ഹലോ, നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി ഹോം മെയ്ഡ് ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. നമ്മുടെ കയ്യിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പിനായിട്ട് നമ്മൾ കുബൂസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുബൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാൻ 1 കപ്പ് നിറയെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കൈകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒത്തിരി തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, ഒത്തിരി അധികം ചൂട് കൂടിയ വെള്ളവും നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒത്തിരി അധികമായി പോയി കഴിഞ്ഞാൽ നമുക്ക് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ സാധിക്കില്ല, ഒത്തിരി ലൂസായി പോവും. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. നന്നായിട്ട് മാവ് കൈവച്ച് ഒരു 5-10 മിനിറ്റ് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്ത് കാണിച്ചു തരാം. ഇത് ഇവിടെ മാവ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള മാവാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. നമുക്ക് പൊങ്ങാൻ ആവശ്യമുള്ള വലുപ്പമുള്ള പാത്രം എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് അല്പം എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ കുബൂസിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറയെ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നത് ഏത് രീതിയിലാണ് ആ രീതിയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷവർമയ്ക്ക് ആവശ്യമായ മയണീസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ 2 വലിയ വെളുത്തുള്ളിയും അല്പം ഉപ്പും അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അല്പമായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണീസ് ഒലിവ് ഓയിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് മയണീസ് പ്രിപ്പയർ ചെയ്യാൻ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ മയണീസ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് ഇതായി കാണുന്ന ഒരു പരുവത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മയണീസ് കിട്ടുന്നത് വരെ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മയണീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഓയിലിൽ നമ്മൾ നോർമലി ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒത്തിരി അധികം എണ്ണ ചേർത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കനൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രില്ല് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ചെയ്താലും നമ്മുടെ ഷവർമയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. നമ്മൾ കുബൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ച മാവ് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഏകദേശം ഡബിൾ സൈസിൽ അധികം പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് ഇതൊരു 2 മുതൽ 2.5 മണിക്കൂർ വരെ മാറ്റി വെച്ചിരുന്നാലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് പൊങ്ങിക്കിട്ടും കേട്ടോ. ഞാനിതിപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുത്തിട്ട്, അതായത് ബബിൾസൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റുള്ള മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റ് ഉണ്ടാവും. നല്ലവണ്ണം കുഴച്ചെടുത്ത നമ്മുടെ മാവ് നമുക്ക് ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഈക്വൽ സൈസിലുള്ള ചപ്പാത്തിയുടെക്കാളും അല്പം കൂടെ വലുപ്പമുള്ള ഉരുളകളാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ബണ്ണിനൊക്കെ ചെയ്യുന്ന രീതിയിൽ മുകൾ ഭാഗം നല്ല ഷേപ്പായി വരുന്ന രീതിയിൽ ഉരുളകളാക്കി നമുക്കിത് മാറ്റി വയ്ക്കാം.
ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് അല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അതിലാണ് ഈ ഉരുളകളൊക്കെ മാറ്റി വയ്ക്കുന്നത്. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒരു നനഞ്ഞ തുണി വെച്ച് അടച്ച് വെച്ച് അല്പം ഒന്നൊന്ന് മാവ് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ആ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ്, മല്ലിയില എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് നമ്മൾ ഷവർമ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ലെറ്റ്യൂസ് ചേർക്കും കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ക്യാബേജ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ്യൂസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് കക്കിരി ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. അപ്പോൾ അതുപോലെ ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഈ ഒരു ബൗളിൽ മിക്സ് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മയോണൈസിൽ നിന്ന് പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. അല്പം ഉപ്പ് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മയോണൈസ് ഒറ്റയടിക്ക് ചേർക്കാതെ അല്പം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒത്തിരി ലൂസായി പോവാതെ നല്ലൊരു കറക്റ്റ് ടൈറ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മയോണൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മയോണൈസ് ഒത്തിരി അധികം ഇഷ്ടമാണെങ്കിൽ മയോണൈസ് നല്ലവണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് സ്പൂൺ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഓഫായി പോയതുകൊണ്ട് ചിക്കൻ ചേർക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുബൂസ് പരത്താൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ഞാൻ കുബൂസ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളകളിൽ ഒന്നെടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ അല്പം കൂടെ തിക്നെസ്സിൽ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. നമുക്ക് നമ്മുടെ കുബൂസ് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്. ഒത്തിരി അധികം നമ്മൾ തിക്നെസ്സിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒത്തിരി നേർത്തതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടില്ല. കുബൂസ് നല്ലവണ്ണം പൊങ്ങി വരില്ല. അപ്പോൾ നമുക്ക് എല്ലാ മാവും ഇതുപോലെ പരത്തി വെച്ചിട്ട് പറ്റുവാണെങ്കിൽ ഇതിന് മുകളിലേക്ക് ആ നനഞ്ഞ തുണി നേരത്തെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള നനഞ്ഞ തുണിയോ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. കാരണം മാവ് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുബൂസ് നല്ലവണ്ണം നമുക്ക് ചുട്ടെടുക്കാൻ സാധിക്കില്ല. അപ്പം നമുക്കെല്ലാ മാവും ഇതുപോലെ പരത്തിയെടുത്ത ശേഷം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് നമ്മുടെ കുബൂസ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ നമ്മൾ ഫുൾക്ക ഉണ്ടാക്കിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ അല്പം ഒന്ന് 2 സൈഡും വെന്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തു നമുക്കത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് മുഴുവൻ കുബൂസുകളും നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത ശേഷം കുബൂസുകളൊക്കെ നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വേണം നമ്മൾ ഷവർമ പ്രിപ്പയർ ചെയ്യാനായിട്ട്. കുബൂസൊക്കെ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി കുബൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഷവർമ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിലേക്ക് നമ്മുടെ ഷവർമ ഒന്ന് 2 ആക്കി കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതെങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ സൈഡിലേക്ക് കത്രി വെച്ച് മുറിച്ച് കൊടുത്ത ശേഷം മുഴുവനായിട്ട് കുബൂസ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മയോണൈസിൽ നിന്ന് അല്പം എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ച് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2 രീതിയിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിത് മയോണൈസ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു രീതിയിൽ ചെയ്യുന്നത് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നടുവിലായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ വശങ്ങളിലൊന്നും ചേർക്കാൻ പാടില്ല. നടുവിൽ തന്നെ ഈ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ അടച്ചു കൊടുക്കാം. കുബൂസ് അടച്ചു കൊടുത്ത ശേഷം നമ്മുടെ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർ പേപ്പറോട് കൂടി ചേർത്തിട്ട് ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് കുബൂസ് ഫോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതേ ഷവർമ തന്നെ നമ്മൾ മയോണൈസിന് പകരം ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ മയോണൈസ് ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്തെടുക്കാം, ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർ ആ രീതിയിലും ചെയ്തെടുക്കാം. 2 രീതിയിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചിക്കൻ ഷവർമ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.